ബംഗ്ലാദേശിലെ കലാപം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഭരണമാറ്റമായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കലാപം ഉണ്ടായത്. ആ ഭരണമാറ്റം സംഭവിച്ചു. ഇപ്പോൾ ഭരണം സൈന്യത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ അപ്പോഴും കലാപകാരികൾ അടങ്ങുന്നില്ല. കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടും കലാപകാരികൾ അടങ്ങുന്നില്ല. അത് കൊലയിലും കൊള്ളിവെപ്പിലേക്ക് നീങ്ങുന്നു. കൊള്ളയടിക്കാൻ മാത്രമുള്ള സംഘങ്ങളായി അത് തിരിയുന്നു. നാം ഇത് പലപ്പോഴും പാകിസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, ഈ സമാന സാഹചര്യം. അതുപോലെ ബംഗ്ലാദേശിലും എത്തിയിരിക്കുന്നു. അവിടെ കൂടുതൽ ഹൈന്ദവ ക്ഷേത്രങ്ങളും മറ്റും ആക്രമിക്കപ്പെടുന്നു. ഇസ്കോൺ കാളിക്ഷേത്രങ്ങളാണ് തകർത്തത്. ഏതായാലും അതിൽ നിന്നും ഒരു ചെറിയ ആശ്വാസകരമായ വാർത്തയും ബംഗ്ലാദേശിൽ നിന്നും വരുന്നുണ്ട്. അവിടുത്തെ ചില മസ്ജിദുകളിൽ നിന്നും ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്നും അവരുടെ ക്ഷേത്രങ്ങളോ സ്വത്തുവകളോ കൊള്ളയടിക്കുന്നവരെ തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരരംഗത്തുള്ള ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇവരുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തി ഈ ഹൈന്ദവ ക്ഷേത്രത്തിനും മറ്റും കാവലിരിക്കുന്ന വീഡിയോകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഏതായാലും ഈ വലിയ കലാപം നടക്കുന്നിടം, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടക്കുന്നിടം, അവിടെ അവരെ സംരക്ഷിച്ച് നിർത്തണം, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുകളിൽ നിന്നും ഉള്ള അനൗൺസ്മെൻറ്റ് ഒരു വലിയ വേറിട്ട വാർത്ത തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അത്തരത്തിലുള്ള വാർത്തകളും ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.